ഹേ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്, ബട്ട് ഐ ഹാപ്പൻ ടു വേക്ക് അപ്പ് ഏർലി ടുഡേ. നല്ല സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാലേ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എണീറ്റിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ കീപ്പ് ചെയ്യണമെന്ന്. ബട്ട് എന്താ പറയുക, രാത്രി ലേറ്റായിട്ട് കിടക്കുന്ന കൊണ്ടും പല റീസൺസ് വെച്ചിട്ട് കുറേ നാളത്തേക്ക് അത് നടക്കാറില്ല. അതിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് താങ്ക്ഫുള്ളി അൽഹംദുലില്ലാ എനിക്കത് കീപ്പ് അപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ ഇസ് ഫോർ ഓൾ ദ വിമൻ ഔട്ട് ദെയർ ഹു തിങ്സ് എന്താ പറയുക, ഒന്നും കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാരിറ്റിയോട് കൂടി പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചാൽ മതി. നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എത്ര പേര് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്, ഇല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടാണ് സ്പെൻഡ് ആവുന്നത്, കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മോർണിംഗ് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്ന ആ ഒരു 1-2 hours സ്പെൻഡ് ആക്കുന്നത്, അതിലാണ് കുറേയൊക്കെ ഡിപ്പെൻഡ് ആവുക. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ കംഫർട്ടബിളി പുതപ്പ് മൂടി കിടന്നുറങ്ങാണ് നല്ല സുഖമായിട്ടിരിക്കും. പക്ഷെ അത് വിട്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ എഴുന്നേക്കുന്നത്, ആ ഒരു വൈ ഉണ്ടല്ലോ, പേർപ്പസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ മിക്ക പെണ്ണുങ്ങളുടെയും റുട്ടീന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് അവരുടെ റുട്ടീൻ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ പിള്ളേരുള്ളവരാണെങ്കിൽ അവർ എഴുന്നേക്കുന്ന ടൈം, അവർ സ്കൂളിൽ പോകാനുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ വർക്കിംഗ് വിമൻ ആണെങ്കിൽ നമുക്ക് വർക്കിന് പോകാനില്ലാത്ത ദിവസം ഫുൾ സൺഡേ 12 മണി വരെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ, അതായത് നമുക്ക് ആ ഒരു കംഫർട്ടബിളി കിടന്നുറങ്ങണം. പക്ഷേ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ ടയർഡ്നെസ്സും നമുക്കത് ഫീൽ ആവും. നമ്മൾ വിചാരിക്കും കുറേയൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കുമെന്ന്. പക്ഷെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുറേ ഉറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഭയങ്കര ടയർഡ്നെസ്സും ഒട്ടും എനർജി ഇല്ലാത്ത പോലെ ഫീൽ ആവും അല്ലേ. ഒട്ടുമിക്ക ആൾക്കാർ സൺറൈസിന് മുമ്പ് എഴുന്നേക്കുന്നത് വേറൊരു ഓപ്ഷനോ ചോയ്സോ ഇല്ലാത്തതുകൊണ്ടാണ്. ഗിവൻ എ ചാൻസ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സെർവൻറ്റോ മെയ്ഡോ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് രാവിലെ വീട്ടുകാര്യങ്ങൾ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടേബിളിൽ വെച്ച് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം. ബിക്കോസ് ഒരാളുണ്ടല്ലോ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇഫ് യു ആസ്ക് മീ, ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ എണീക്കെന്ന് വെച്ചാൽ എനിക്ക് സുബഹി നിസ്കരിക്കാനുണ്ട്. അപ്പോൾ സൺറൈസിന് മുമ്പ് എന്തായാലും എണീറ്റേ പറ്റുള്ളൂ. മുമ്പൊക്കെ ഞാൻ എണീറ്റ് അപ്പോൾ തന്നെ പിന്നെ നിസ്കരിച്ച് കിടന്നുറങ്ങും. പക്ഷേ എനിക്ക് അത് വെച്ചിട്ട് പിന്നീട് എൻ്റെ ആഫ്റ്റർനൂൺ കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാകുന്നു, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പം ആ ഒരു രാവിലത്തെ ടൈമാണ് ഏറ്റവും പെർഫെക്റ്റ് ടൈം, എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യാൻ പറ്റിയൊരു ടൈം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് കുറേയൊക്കെ നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് കാണാൻ പറ്റിയത് കേട്ടോ. നൗ ഹിയർ ഇസ് ദ പോയിന്റ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ എണീക്കുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എണീക്കുക. പിള്ളേരുടെ സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ എണീറ്റ് ഉടനെ അവരുടെ ടിഫിൻ പാക്ക് ചെയ്യലും അവരുടെ കാര്യങ്ങൾ നോക്കലും ചറപറയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ ഭയങ്കര സ്ലോലി ആണ് ആ ഒരു കൺവേർട്ട് ചെയ്യുക. അതായത് രാത്രി ആ ഒരു സ്ലീപ്പിംഗ് മോഡിൽ നിന്ന് ഡേ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സമയം എടുക്കും. ഇപ്പൊ നമ്മൾ മിക്ക ആൾക്കാരും സ്വിച്ച് ഇട്ട മാതിരി ആയിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. പെട്ടെന്നൊരു ബിസി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ വി എൻഡ് അപ്പ് ബീങ് എക്സോസ്റ്റഡ്. ഉച്ച സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെന്റലി ഫിസിക്കലി എക്സോസ്റ്റഡ് ആവും അല്ലേ. ഓർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം, കുറച്ച് മീ ടൈം മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് എൻഡ് റിസൾട്ട് ഉണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ അത്ര ടെൻഷൻ എടുക്കുന്ന അല്ലെങ്കിൽ അത്ര സ്ട്രെസ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. ഇപ്പം ഏത് നേരം ഏത് ഫുഡ് ഉണ്ടാക്കും അതൊക്കെ നമ്മൾ വീക്ക്ലി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു ടൈം നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കാര്യമാണ്. സത്യത്തിൽ രാവിലെ എണീറ്റ് എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വീക്ക്ലി പ്ലാൻ, ഒരു മീൽ പ്ലാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. നമുക്ക് കുറച്ച് അധികം ടൈം നമുക്ക് ഫ്രീ
ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറിയതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗാർലിക് എഗ് ചീസ് സാൻഡ്വിച്ച് മാതിരി. അതായത് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർലിക് ഇട്ട്, എന്നിട്ട് നമ്മുടെ ചില്ലി ഓയിലല്ലേ, ചില്ലി ഓയിൽ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ യൂസ് ചെയ്തത് റെഡ് ചില്ലി ചട്നി എന്ന് പറഞ്ഞ് ലുലു മോളിൽ ഹൈപ്പറിന്ന് വാങ്ങാൻ കിട്ടും, ആ സാധനമാണ്. അപ്പോൾ ഒരു ഓയിലല്ല, ബട്ടറാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. മുട്ട അതിന് മുകളിൽ 3 പൊട്ടിച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. പിന്നെ ടോസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ ടോസ്റ്റ് ചെയ്ത് എല്ലാ സാധനം ഇങ്ങനെ ബ്രെഡിന്റെ മുകളിൽ ഇങ്ങനെ അസംബിൾ ചെയ്ത് മേലെ ചീസ് വെച്ച് കൊടുത്തു. അത്രേ ഉള്ളൂ. എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ച് ഇങ്ങനെ ടോപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസും കാര്യങ്ങളൊക്കെ യൂസ് ആക്കാം കേട്ടോ. അതിനൊന്നും ആവശ്യം എനിക്ക് തോന്നിയില്ല, ബിക്കോസ് ആ ഗാർലിക്കിന്റെയും ആ ചില്ലിന്റെ ഒരു ഫ്ലേവർ അല്ലേ, പ്ലസ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ആ ഒരു ചീസിന്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എഗ് ചീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പ്ലസ് ബട്ടർ നല്ലതാണ്. പിന്നെ ഹെൽത്തിയർ വേർഷൻ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ കുറച്ചുകൂടി ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടി വെച്ചിട്ട് ചീസ് ഒന്നും മെൽറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് യു. കുറച്ചൊക്കെ ഇൻപുട്സ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്. അനദർ ഹെൽത്തി മോർണിംഗ് റുട്ടീൻ ആയിട്ട് അടുത്ത വ്ലോഗിലേക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.